ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PN ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ഗോതമ്പ് ബോണ്ടയാണ്. ചിലവരതിന് ഉണ്ടൻ പൊരി എന്നും പറയും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറുപഴം, ഇത് സൈസ് ചെറുതായതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ശർക്കര ഉരുക്കിയത്. പഴത്തിൻ്റെ മധുരം കൂടി ആകുമ്പോൾ കുറച്ച് ശർക്കര മതിയാവും ഇതിന്. അപ്പം നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂൺ ഏലക്ക ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ പഴം കട്ട് ചെയ്ത് മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് ശർക്കര പാനിയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ലൂസായി തന്നെ കുഴച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂർ സെറ്റാവാൻ വേണ്ടി മാറ്റി വെക്കണം. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പം നമ്മളെ മാവ് 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇടുന്നില്ലെങ്കിൽ ഒരു 4 മണിക്കൂർ സെറ്റാവാൻ വേണ്ടി വെച്ചാൽ മതി. അപ്പോൾ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഇത് ഉരുട്ടിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കയ്യിൽ ഇത് ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഏലക്ക പൊടിച്ചെടുക്കുമ്പോൾ ഒരു 2-3 സ്പൂൺ പഞ്ചസാര ഇട്ട് അതിൽ ഏലക്ക ഇട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അല്ലാതെ ഏലക്ക മാത്രമായിട്ട് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഇത് ഉൾഭാഗം മാവ് അങ്ങനെ തന്നെ വേവാതിരിക്കും. അതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അടിഭാഗം ഒന്ന് ആയതിനു ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് കട്ടായി പോവും. ലോ ഫ്ലെയിമിലിട്ട് ബ്രൗൺ കളർ ആകുന്ന വരെ മൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തതും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതും കൂടി ആയിട്ടുണ്ട്. ഇതും കൂടി മാറ്റി വെക്കാം. ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ അടിയിലോട്ട് പോയിക്കോളും. അപ്പം നമ്മളെ ഗോതമ്പ് ഉണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.